പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇന്നത്തെ പുതിയ ബാച്ചിൻ്റെ ദീക്ഷ 2026 ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ മുഖ്യ അതിഥിയും ഇതിൻ്റെ ഇനോഗ്രേഷനും നടത്തുന്നത് നമ്മുടെ BEd കോളേജിൻ്റെ തന്നെ ഒരു വിദ്യാർത്ഥിനിയായി വന്ന് ഒരു ടീച്ചറായി പിന്നെ ഒരു എഡ്യൂക്കേറ്ററായി അത്രയും അവിശ്രാന്ത പരിശ്രമത്തോടുകൂടെ വിദ്യാഭ്യാസത്തെ സ്നേഹിച്ച് മുന്നേറുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ഡോക്ടർ വൃന്ദ വിജയൻ. നമുക്ക് ഏവർക്കും വളരെ ആകർഷകമായ രീതിയിൽ സ്വാഗതം ആശംസിച്ച നമ്മുടെ BEd കോളേജിൻ്റെ പ്രിൻസിപ്പൽ റെവറൻഡ് സിസ്റ്റർ ഡോക്ടർ ആൻ കരോളിൻ, നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലർ, നമുക്ക് എല്ലാറ്റിനും എല്ലായ്പ്പോഴും സംലഭ്യനായിട്ടുള്ള നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ സാജൻ സി ജോർജ്, നമുക്ക് ആശംസകൾ അർപ്പിച്ച് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ അനുഗ്രഹിക്കുന്ന നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജാൻസി ലീമ, GTA പ്രസിഡന്റ് ശ്രീ സന്തോഷ് പോൾ, ഇതിൻ്റെ ഈ ദീക്ഷ 2026 സംഘാടകനുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാർത്ഥതയോടെ അധ്വാനിച്ച പ്രസന്ന ടീച്ചർ, ബിൻസി ടീച്ചർ, പിന്നെ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ടെറസിൻ, പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പുതിയതായിട്ട് നമ്മുടെ BEd സ്റ്റുഡൻസ് ആയിട്ട് വന്നു ചേരാനിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്ന് നിങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ, ഏവർക്കും ഇന്നത്തെ നല്ല ദിവസത്തിൽ ഏവരെയും ആത്മാർത്ഥതയോടെ സ്മരിച്ചുകൊണ്ട് എൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ജ്ഞാനികൾ ആകാശത്തിന്റെ പ്രകാശം പോലെ തിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും പ്രകാശിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു വേറിട്ട രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണല്ലോ നമ്മൾ ഇന്ന് ഈ 100 വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതോടൊപ്പം മറ്റെല്ലാവരും ഒന്നു ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കളക്ടറിന്റെ പല സ്ഥലത്തും ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ ഈ പ്രളയവും കാലവർഷക്കെടുതികളും അതിൻ്റെ രൗദ്രഭാവവും ഒക്കെ കൊണ്ട് ഒരുപാട് മക്കൾ വേദനിക്കുന്നുണ്ട്. അവരെയൊക്കെ പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ നിമിഷങ്ങൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് ഓർക്കാം. വലിയ കെടുതികളിൽ നിന്ന്, വലിയ പ്രളയക്കെടുതികളിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യം, നമ്മുടെ കേരളം അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പല വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിൽ ഭീതി ഉണരുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് ദൈവം നമ്മുടെ മേൽ കരുണയായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളെയാണല്ലോ നമ്മൾ പ്രത്യേകം ഈ വേദിയിൽ പ്രത്യേകം ഓർക്കുന്നത്. വലിയ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് അവർ ഇനിയൊരു തൊഴിലധിഷ്ഠിതമായ ഒരു കോഴ്സിന് ചേർന്നിരിക്കുന്ന ഒരു അവസരമാണിത്. ഇത് നവജ്യോതി BEd കോളേജ്, അത് ഈ പേര് പോലെ തന്നെ അതൊരു പ്രകാശത്തിന്റെ ഒരു ഗോപുരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടാറുള്ളത്. കാരണം അവിടെ വെറുതെ ഒരു നവജ്യോതിയിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു കുടുംബമായിട്ട്, നവജ്യോതി ഒരു കുടുംബമായിട്ടാണ് അധ്യാപകരും പ്രിൻസിപ്പളും അധ്യാപകരും വിദ്യാർത്ഥിനികളെല്ലാം ചേർന്ന് വലിയൊരു കുടുംബത്തിലെ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നത് പോലെയാണ് നമ്മുടെ നവജ്യോതിയിലെ നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് വന്ന് കയറുമ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ളതും പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കുവെച്ചിട്ടുള്ളതും. അതിൻ്റെ തന്നെ ഏറ്റവും നല്ലൊരു മോഡലാണല്ലോ ഇപ്പോൾ നമ്മുടെ വൃന്ദ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയം നിങ്ങൾ ഇവിടെ വരുന്നത് ഒരു അറിവ് സമ്പാദിക്കാൻ മാത്രമല്ല. നമ്മൾ ഇവിടെ വരുന്നത് നല്ല മനസ്സ്, ഉയർന്ന മൂല്യങ്ങൾ, സേവന മനോഭാവം, കരുണ, അതോടൊപ്പം നല്ല തന്നെ ഒരു മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ